മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരായി കേന്ദ്ര ഏജൻസി അന്വേഷണത്തെക്കുറിച്ച് സിപിഎമ്മിന്റെ പ്രമുഖ നേതാക്കളൊന്നും തന്നെ ഈ അവസരത്തിൽ പ്രതികരിക്കുന്നില്ല. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാ നിൽക്കുന്നത്? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. നേതൃയോഗങ്ങൾക്കായി തിരുവനന്തപുരത്ത് AK സെന്ററിലെത്തിയ LDF കൺവീനർ EP ജയരാജനും കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനുമൊക്കെ ഈ സംഭവം അറിഞ്ഞില്ല എന്ന മട്ടിലാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയത്. വിളിച്ചിട്ട് കാര്യമില്ല. കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. എനിക്കൊന്നും അറിഞ്ഞൂടാ. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. എനിക്കതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം. കേന്ദ്ര ഏജൻസി ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ നിങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ട് ഇങ്ങനെ ഞാൻ നോക്കിട്ട് പറയാം. എവിടെയോ എന്തോ ഒരു ഒളിച്ചുകളി ഉണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ്. അതാ അങ്ങോട്ടേക്ക് നോക്കൂ, അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. ഒരു കമ്പനി ഒരു കൺസൾട്ടന്റിന്റെ സേവനം വാങ്ങുന്നു, ആ സേവനം വാങ്ങുന്നു, അതിന് ആ കമ്പനിയും അവരുടെ കമ്പനിയും തമ്മിൽ ധാരണയുണ്ടാക്കുന്നു. അത് സംബന്ധിച്ച് എല്ലാം സുതാര്യമായി, എല്ലാം വളരെ വ്യക്തമായി കാര്യങ്ങൾ നടത്തുന്നു. പിന്നെ അതിലെന്താ പ്രശ്നം? ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. ഞാൻ പറഞ്ഞിട്ടില്ല. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഒരു സംശയം വേണ്ട, ഇനിയും സേവനം കൊടുക്കും. ആ സേവനത്തിനനുസരിച്ചിട്ട് മാന്യമായിട്ടുള്ള വേതനവും വാങ്ങും. ആര് വിചാരിച്ചു കഴിഞ്ഞാലും ഇതിനെ തടുക്കാനും കഴിയില്ല. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ. സുന വെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണെ, നിൻ ചുണ്ടിൽ തേനൊലിയോ തേങ്ങയോ? അല്ലെങ്കിൽ തന്നെ മനുഷ്യ കത്ത് പിടിച്ച് നിൽക്കുക. അപ്പോൾ ഇതുവരെ മന്ത്രിമാരോ അല്ലെങ്കിൽ LDF കൺവീനറെ പോലുള്ള മുതിർന്ന നേതാക്കളോ ഒന്നും തന്നെ പ്രതികരിച്ചില്ല. ഈ വിഷയം ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. വിഷയത്തിൽ ഏറ്റവും ശക്തമായി എല്ലാ സമയത്തും പ്രതികരിച്ച നേതാവാണ് കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. അദ്ദേഹവും ഈ വിഷയത്തിൽ എന്താ പ്രതികരിച്ചില്ല. എന്തായാലും ഇതെന്തിനാ എന്റെ മേത്തേക്ക് വരുന്നത്? എന്നാ പിന്നെ നീ കെട്ടിപ്പിടിച്ച് കൈ കൊണ്ടുവന്ന് എന്താ എടുത്തോ, എന്നിട്ട് ഇറങ്ങാ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന സംഭാവനകളെ ലൈക്കായും ഷെയറായും സബ്സ്ക്രൈബായും ഒക്കെ തന്നേക്കണേ. സംഭവങ്ങൾ കുമ്പരമായ പരിപാടി ഗംഭീരമാവും. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.